KSRTC പ്രിയദർശിനി ബസ് സമയം തെറ്റി ഓടിയതിൽ വൻ പ്രതിഷേധം. ഇടുക്കി ഉപ്പുതറയിലാണ് സംഭവം. ബസ്സിനടിയിൽ കിടന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം. സ്വകാര്യ ബസ് ജീവനക്കാരനായ രാജേഷാണ് പ്രതിഷേധിച്ചത്. കോട്ടയം ഡിപ്പോയുടെ വണ്ടിക്കെതിരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് ജീവനക്കാരൻ. ആദ്യം നമുക്കൊരു പ്രതികരണമുണ്ട്, അത് കേട്ടതിന് ശേഷം വാർത്തയുടെ വിശദാംശങ്ങൾ സുബിനോട് തന്നെ ചോദിക്കാം. ഈ ജീവനക്കാരന്റെ പ്രതികരണം തന്നെയാണ്. നമുക്ക് ഇങ്ങനെ കിടന്ന കണ്ടോ, ജീവൻ മരണ പോരാട്ടമാണ്. ഈ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്. കാരണം ഇപ്പോൾ ഈ പ്രിയദർശിനി ബസ്സിന് സൗജന്യം വന്നതോടുകൂടി സ്വകാര്യ ബസ്സുകളിൽ ആളുകൾ കയറുന്നില്ല, പ്രത്യേകിച്ചും സ്ത്രീകൾ കയറുന്നില്ല. ഈ ലോക്കൽ, നമുക്കറിയാം, ഗ്രാമീണ വഴികളിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ്. ഈ ബസ്സുകളിൽ കയറാതെ സ്വാഭാവികമാണ്, സൗജന്യമാകുമ്പോൾ ആളുകൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ സ്വകാര്യ ബസ്സുകൾ വലിയ പ്രതിസന്ധിയിലാണ്. അവർ ടാക്സ് അടയ്ക്കണം. ഈ വണ്ടികൾക്കുള്ള സ്പെയർ പാർട്സ്, ജീവനക്കാർക്കുള്ള ശമ്പളം, ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? വലിയ കുടുംബം, അവരുടെ കുടുംബത്തിലുമുണ്ട് സ്ത്രീകൾ, അതുകൂടി ഓർക്കണം. അപ്പോൾ അവരുടെ സമയത്ത് KSRTC പോയപ്പോൾ ആ ജീവനക്കാരൻ ബസ്സിനടിയിൽ കിടന്ന് പ്രതിഷേധിക്കുന്നതാണ് കണ്ടത്. നമുക്ക് ആ ജീവനക്കാരനെ കൂടി ഒന്ന് വിളിക്കണം. അതെ, നമുക്ക് സുബിനോട് ചോദിക്കാം. സുബിനെ, വളരെ കഷ്ടമാണ്. നമുക്ക് ആ ദൃശ്യം ആദ്യം കാണുമ്പോൾ ചെറിയ ദേഷ്യമൊക്കെ തോന്നുമെങ്കിലും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വകാര്യ ബസ്, നമുക്ക് പ്രത്യേകിച്ച് സുബിൻ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്, ഇടുക്കിയിൽ സ്വകാര്യ ബസ് ഉടമകൾ ആത്മഹത്യാ ഭീഷണിയിലാണ്, ആത്മഹത്യയുടെ വക്കീലാണെന്ന്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. സുബിൻ ഒന്ന് തുടരുക. ഇപ്പോൾ പ്രതിഷേധിച്ച ആ സ്വകാര്യ ബസ് ജീവനക്കാരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജേഷ് എന്നാണ്, അതെ, രാജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമസ്കാരം, ഗുഡ് മോർണിംഗ് രാജേഷ്. എന്താണ് കഴിഞ്ഞ ദിവസം അവിടെ ശരിക്കും നടന്നത്? എന്താണ് നിങ്ങളുടെ നിലവിലെ അവസ്ഥ? സാറേ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ എന്റെ കൂടെ പ്രിയദർശിനിയായിട്ടല്ല എനിക്ക് പ്രശ്നം. എന്റെ വണ്ടിയുടെ കൂടുതൽ 5 KSRTC ഓടുന്നത്, 2 ഫാസ്റ്റും 3 ഓർഡിനറി വണ്ടികളും എന്റെ കൂടുതൽ അടുപ്പിച്ച് വരുന്നത്. എന്നിട്ട് എനിക്ക് ഒരു കാരണവശാലും എന്റെ സർവീസ് കൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകില്ല. എന്റെ വണ്ടിയുടെ ഈ 3 പ്രിയദർശിനി അടുപ്പിച്ച് വരുന്നത് കൊണ്ട് എന്റെ വണ്ടിയെ യാത്രക്കാർ കയറുന്നില്ല. ഒരു പേട്ട ഡിപ്പോയുടെ വണ്ടി, ഒരു കോട്ടയം ഡിപ്പോയുടെ വണ്ടി, പിന്നെ ഒരു ചെങ്ങന്നൂരിന്റെ വണ്ടി, ഒരു കൊട്ടാരക്കര വണ്ടി, ഇത്രയും വണ്ടി അടുപ്പിച്ചടുപ്പിച്ചാണ് എന്റെ കൂടെ സർവീസ് നടത്താൻ വരുന്നത്. ഞാൻ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വന്ന് എന്റെ തലയ്ക്കൊക്കെ ഒരു പൊക്കോളം പറഞ്ഞാൽ ഇവർ പോവുമല്ല. എന്റെ തൊട്ട് പുറകെ നിന്ന് എന്റെ വണ്ടിയെ ഉപദ്രവിച്ച് ഞാൻ തലയ്ക്ക് പോകും. ഇവരെല്ലാം സൂപ്പർ എന്റെ പുറകെ കൊണ്ട് നിർത്തുമ്പോൾ ടിക്കറ്റ് മൊത്തം ഓടിപ്പോയി അകത്തേക്ക് കയറുന്നു. എന്റെ വണ്ടി തലയ്ക്ക് ഇങ്ങനെ കാരി പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിത് കുറെ ദിവസങ്ങളും മാസങ്ങളൊക്കെ ആയിട്ട് പ്രിയദർശിനി വരുന്നതിന് മുമ്പ് തൊട്ടും ഇവരോട് ഞാൻ പറയുന്നതാണ്, നമ്മളെ ഉപദ്രവിക്കില്ല എന്ന് ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ കണ്ടക്ടറോടും ഡ്രൈവറോടും ഡിപ്പോയിലും എല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ RTOയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തേക്കുന്നത്. എന്നിട്ട് ഒരു നിവൃത്തി ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഇവരെ പ്രതികരിച്ചത്. ഞാൻ ആ വണ്ടിയുടെ സ്റ്റാഫല്ല, എന്റെ സ്വന്തം വണ്ടി. ഞാനത് ഡ്രൈവറായിട്ട് ഞാൻ ആ വണ്ടി ഓടിച്ച് ഉപജീവനമാർഗം നടത്തുന്ന ആളാണ്. ഞാൻ എന്റെ 3 പിള്ളേരെ കൊണ്ട് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് വണ്ടിക്ക് ഫിനാൻസ് ഉണ്ട്, നല്ല ബാധ്യതയും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. ഒരു നിവൃത്തിയില്ലാതെ പൊട്ടിത്തെറിച്ചപ്പോഴാണ് ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തത്. അല്ലാതെ നമ്മൾ പ്രിയദർശിനിക്കെതിരോ സർക്കാരിനെതിരോ അല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ വണ്ടി ഓടാൻ വേണ്ടി എനിക്ക് 5 മിനിറ്റ് ക്യാപ്പ് കിട്ടണം, അത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ രാജേഷ്, ഈ പുതിയ സംവിധാനം വന്നതോടുകൂടി നിങ്ങളുടെ വരുമാനത്തിൽ, നിങ്ങൾക്കത് കൃത്യമായി അറിയാമല്ലോ, ഒരു ദിവസത്തെ വരുമാനത്തിൽ എത്ര രൂപയുടെ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്? അതുകൂടി ഒന്ന് പറയാം. 2000 രൂപ തൊട്ട് 2500 രൂപ വരെ കുറവുണ്ട് എനിക്ക്. എന്റെ വണ്ടി മൊത്തം 7 ചാല ഓടുന്നത്, അതിനകത്ത് 5 ചാലിന്റെ KSRTC ഉണ്ട്. അപ്പോൾ നിലവിലെ അവസ്ഥ ദയനീയമാണെന്നാണ് താങ്കൾ പറയുന്നത്. ഇത്തരത്തിൽ KSRTC മത്സരയോട്ടം നടത്തുന്നു എന്നാണോ രാജേഷ് പറഞ്ഞു വരുന്നത്? സാറേ, അത് തന്നെ ഇവർക്ക് മത്സരയോട്ടം തന്നെ, ഇവർക്ക് കൃത്യമായ സമയമില്ല. നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യവും കലിയും, അല്ലെങ്കിൽ അവരോടൊരു കണ്ടക്ടറോട് അല്ലെങ്കിൽ ഡ്രൈവറോട് കാര്യം പറയുമ്പോൾ അവരുടെ വഴിയിൽ അവരുടെ ചക്രന്മാരുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരിടത്ത് നിർത്താൻ പോകാൻ പറ്റുമല്ല. അവർക്ക് ഓരോരോ ന്യായങ്ങളാണ്. എന്നാൽ എന്റെ വണ്ടിയുടെ സമയം എന്ന് പറയുന്നത് 8:40 പരപ്പയിലെ സമയം. അത് കഴിഞ്ഞാൽ പിന്നെ 9 ബസ്സിനെ പരപ്പയിൽ പ്രൈവറ്റ് ആയിട്ടും KSRTC ആയിട്ടും വണ്ടി ഒരെണ്ണം വരാനുള്ളൂ. അരമണിക്കൂർ ഗ്യാപ്പാ. പിന്നെ എന്തിനാ എന്റെ കൂടെ ഇങ്ങനെ മത്സരിച്ച് ഓടി വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്റെ തലക്കലാണെങ്കിൽ തലക്കലും ഗ്യാപ്പുണ്ട്. തലയ്ക്ക് വന്നാലും ഈ എല്ലാം കൂടെ ഒഴിച്ച് 4 വണ്ടി ഒന്നിച്ചാണ് എന്റെ കൂടെ സ്ഥലത്തോട്ട്, ഈ പരപ്പെന്ന് പറഞ്ഞ ജംഗ്ഷനിലോട്ട് വരുന്നത്. ഈ ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്ന വണ്ടി, കോട്ടയത്ത് നിന്ന് വരുന്ന വണ്ടി, ചെങ്ങന്നൂരിൽ നിന്ന് വരുന്ന വണ്ടി, ഒരു കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന വണ്ടി, ഇത്രയും വണ്ടി ഒന്നിച്ചാണ് എന്റെ സ്ഥലത്തോട്ട് വരുന്നത്. ശരി രാജേഷ്, താങ്കളുടെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്തായാലും വിഷമിക്കൊന്നും വേണ്ട. ഇങ്ങനെ പെട്ടെന്നുള്ള വികാര വിക്ഷോഭത്തിൽ ഇങ്ങനെയൊന്നും കാണിക്കേണ്ട കേട്ടോ. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. നമുക്കിതിനൊക്കെ പരിഹാരം കാണാം. ധൈര്യമായി തുടരുക. നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ രാജേഷ് പ്രതീക്ഷിക്കാം കേട്ടോ. ജനം TV കൂടെ ഉണ്ട്.
ശരി, വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്. സുബിനോട് ചോദിക്കാം. സുബിനെ, ഇത്തരത്തിൽ പ്രിയദർശിനി ബസ്സിനോ സർക്കാരിനെതിരോ അല്ല ഇത്തരത്തിലുള്ള സ്വകാര്യ ബസ് ഉടമകൾ. പക്ഷേ അവരുടെ വയറ്റത്തടിച്ചുകൊണ്ട് യാതൊരു സമയക്രമവും പാലിക്കാതെ ഇങ്ങനെ സർവീസ് നടത്തുന്നു, ഇങ്ങനെ മത്സരയോട്ടം നടത്തുന്നു. അതിനൊക്കെ ഇവിടുത്തെ KSRTCക്ക് ആരും ലൈസൻസ് നൽകിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ മത്സരയോട്ടം നടത്തുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, കൃത്യമായ സമയക്രമം പാലിക്കുന്നില്ല എന്നത്. അതെന്തുകൊണ്ടാണ് കൃത്യമായ സമയക്രമം പാലിക്കാത്തത്? ഇത് ബന്ധപ്പെട്ട അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നില്ല. എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? ഇദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ രാജേഷ് ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ വസ്തുത അതെന്താണ് സുബിൻ? തീർച്ചയായും സമയക്രമം പാലിക്കാതെ വാഹനങ്ങൾ ഇത്തരത്തിൽ KSRTC ബസ്സുകൾ ഓടുന്നതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രധാന പ്രശ്നം എന്നുള്ളത് ഈ പ്രിയദർശിനി സർവീസ് ആരംഭിച്ചതിന് ശേഷം സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ചില KSRTC ബസ്സുകൾ ഇത്തരത്തിൽ സമയക്രമം തെറ്റിച്ച് ഓടി വരുന്നത്. എന്തായാലും നമുക്ക് ഈ രാജേഷിന്റെ കാര്യം തന്നെ എടുത്താൽ, ഉപ്പുതറയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ബസ്സാണ്. അതായത് 7:49 ഈ പരപ്പിലെത്തുന്നതാണ്. ഈ സമയം 8:49 പരപ്പിലെത്തുന്ന വാഹനമാണ്. 9 മണിക്ക് എത്തേണ്ട KSRTC ബസ് ഈ വാഹനത്തോടൊപ്പം കയറി വരുന്നതാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതായത് കുട്ടിമാളി എന്ന് പറയുന്ന രാജേഷിന്റെ ബസ്സിന് മുൻപിലും പിൻപിലും 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പിട്ടാണ് KSRTC പ്രിയദർശിനി ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ഈ സമയത്ത് ഈ സമയം തെറ്റിച്ച് ബസ്സുകൾ കയറി വരുന്നത് കൊണ്ട് ഈ കുട്ടിമാളി ബസ്സിൽ കയറാൻ, അതായത് രാജേഷിന്റെ ബസ്സിൽ കയറാൻ ആളുകൾ ഇല്ല. ഈ മുമ്പിലെ പ്രിയദർശിനി ബസ് പോയി കഴിഞ്ഞാൽ തൊട്ട് പിന്നിൽ വരുന്ന ഈ കുട്ടിമാളി ബസ്സിനോട് ചേർന്ന് വരുന്ന പ്രിയദർശിനി ബസ് കാത്ത് ഈ ആളുകൾ, അതായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകാതെ വന്നതോടുകൂടി ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് കിടക്കുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ വാഹനത്തിന്റെ ടയറിനടിയിലേക്ക് വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും വളരെ കഷ്ടമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഒരു വാടക വീട്ടിൽ 3 മക്കളുമായാണ് ഈ രാജേഷ് എന്ന സ്വകാര്യ ബസ് ഉടമ താമസിക്കുന്നത്. ഇതുപോലെ എത്ര സ്വകാര്യ ബസ് ജീവനക്കാർ, എത്ര സ്വകാര്യ ബസ് ഉടമകൾ. ഇതിപ്പോൾ ഒരു പ്രതീകം മാത്രമാണ് ഈ രാജേഷ് എന്ന് പറയുന്ന അദ്ദേഹം. എന്തായാലും കൃത്യമായ നടപടികൾ സ്വീകരിച്ചേ മതിയാകും. ഒന്നെങ്കിൽ KSRTCയെ വരച്ച വരയിൽ നിർത്താൻ ഇവിടുത്തെ ഗതാഗത മന്ത്രിക്കാകണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള KSRTC ബസ് സർവീസ് മറ്റ് സ്വകാര്യ ബസ് സർവീസുകളെ ബാധിക്കാത്ത തരത്തിൽ ഓടണം. കാരണം എല്ലാവർക്കും ഇവിടെ ജീവിക്കണം, എല്ലാവർക്കും അവരുടെ ദൈനംദിന അല്ലെങ്കിൽ ജോലിയിലേക്ക് കടക്കണം. കാരണം അവിടെയും ആ കുടുംബത്തിലും സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വിഭാഗത്തിനെ മാത്രം ഇങ്ങനെ ഒരു സൗജന്യം കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി അത് ബാധിക്കാത്ത തരത്തിൽ വേണം ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് സർക്കാരിന് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്തത് വല്ലാത്ത കഷ്ടം തന്നെയാണ്. ദയനീയ അവസ്ഥയാണ് ജനം TV ഇപ്പോൾ തുറന്നു കാട്ടുന്നത്.